Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഡെഡ് കം അലൈവ്. ഡെഡ് എന്നാൽ മരിച്ച വ്യക്തി. കംസ് അലൈവ് ജീവിതത്തിലേക്ക് വരുന്നു. ഡെഡ് കംസ് അലൈവ് മരിച്ച വ്യക്തി ജീവിക്കുന്നു. എലൂരു വുമൺ എന്നാൽ സ്ത്രീ. എലൂരു എന്ന പേരുള്ള ഈ സ്ഥലത്തിലെ ഒരു സ്ത്രീ. ഷോസ് കാണിക്കുന്നു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അതുകൊണ്ടാണിത് ഷോസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: വുമൺ ഷോഡ് സൈൻസ്. സൈൻ എന്നാൽ അർത്ഥം ലക്ഷണം എന്നുള്ള അർത്ഥമാണ്. വുമൺ ഷോഡ് സൈൻസ് സ്ത്രീ ലക്ഷണങ്ങൾ കാണിച്ചു. സൈൻസ് ഓഫ് ലൈഫ് ജീവൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു. ആഫ്റ്റർ അതിനെ തുടർന്ന് അതിനുശേഷമാണ് കാണിച്ചത്. ആംബുലൻസ് ക്യാരിയിങ് ഹെർ ബോഡി. ഹെർ ബോഡി എന്നാൽ അവളുടെ ആ സ്ത്രീയുടെ മൃതദേഹം. ക്യാരി എന്നാൽ കൊണ്ടുപോകുക. ആ സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ്. ഹിറ്റ് പാത്തോൾ എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. പോത്തോൾ എന്നുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊനൗൺസിയേഷനാണ്. പോത്തോൾ എന്നാൽ അർത്ഥം കുഴി, വലിയ ഗർത്തം, ഇതൊക്കെയാണ് അർത്ഥം. റോഡിലെ കുഴി. ഹിറ്റ് പാത്തോൾ കുഴിയിൽ വീണു അല്ലെങ്കിൽ കുഴിയിൽ ഇടിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. മരിച്ച വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ സ്ത്രീയുടെ മൃതദേഹം ഒരു സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ് കുഴിയിൽ വീണു. അതിനെ തുടർന്ന് ആ സ്ത്രീക്ക് ജീവൻ്റെ ലക്ഷണങ്ങൾ ആ സ്ത്രീയിൽ കണ്ടു. ആ സ്ത്രീ ജീവൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. എളൂരു 48 ഇയർ ഓൾഡ് വുമൺ. ഒരു 48 വയസ്സ് പ്രായമുള്ള സ്ത്രീ. ഹു ഹാഡ് ബീൻ ഡിക്ലയേർഡ് ഡെഡ്. ഡിക്ലയർ എന്നാൽ പ്രസ്താവിക്കുക, പ്രഖ്യാപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹു ഹാഡ് ബീൻ ഡിക്ലയേർഡ് ഡെഡ് ആ സ്ത്രീ മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. ബൈ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ എളൂരു. എളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ആ സ്ത്രീ മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. റിപ്പോർട്ട് പ്രകാരം കിട്ടിയ വിവരമനുസരിച്ച് ഷോഡ് ആ സ്ത്രീ കാണിച്ചു. സയൻസ് ഓഫ് ലൈഫ് ജീവൻ്റെ ലക്ഷണങ്ങൾ ആ സ്ത്രീ കാണിച്ചു. ആഫ്റ്റർ അതിനുശേഷം അതിനെ തുടർന്നാണ് കാണിച്ചത്. ദി ആംബുലൻസ് ക്യാരിയിങ് ഹെർ ബോഡി ആ സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ്. ഹിറ്റ് പോത്തോളിൽ വീണു, കുഴിയിൽ അല്ലെങ്കിൽ കുഴിയിൽ ഇടിച്ചു. ഓൺ ദ വേ ടു ഹെർ നേറ്റീവ് വില്ലേജ് ഓൺ തേഴ്സ്ഡേ വ്യാഴാഴ്ച ദിവസമാണ് സംഭവം. ഓൺ ദ വേ ടു ഹെർ നേറ്റീവ് വില്ലേജ് എന്നാൽ ആ സ്ത്രീയുടെ ഗ്രാമം, സ്വദേശമായിട്ടുള്ള ഗ്രാമം. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ആ വഴിയിൽ വച്ചാണ് സംഭവിച്ചത്. ആ വഴിയിൽ വച്ചാണ് ആംബുലൻസ് കുഴിയിൽ വീണത്. 48 വയസ്സുള്ള ഒരു സ്ത്രീയെ എളൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. വ്യാഴാഴ്ച ആ സ്ത്രീയുടെ മൃതദേഹവുമായി സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് റോഡിലെ ഒരു കുഴിയിൽ വീണു. അതിനെ തുടർന്ന് ആ സ്ത്രീയുടെ ശരീരത്തിൽ ജീവൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. ദ വുമൺ ആ സ്ത്രീ ഗുറജാല രാമതുളസി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ എ ഫോർമർ സർപ്പഞ്ച് ഓഫ് ഭുജബലപട്ടണം വില്ലേജ്. ഫോർമർ എന്നാൽ മുൻ, ഫോർമർ സർപ്പഞ്ച് മുൻ സർപ്പഞ്ച്. ഭുജബലപട്ടണം വില്ലേജ് ഇൻ കൈക്കുലൂരു മണ്ഡൽ ഈ സ്ഥലത്ത് നിന്നുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ മുൻ സർപ്പഞ്ച് ആണ്. ആ സ്ത്രീ ഹാഡ് ബീൻ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ആ സ്ത്രീ ചികിത്സയിലായിരുന്നു. ചികിത്സയിലായിരുന്നു ഫോർ റീനൽ എയിൽമെൻറ്റ്സ്. റീനൽ എന്നാൽ വൃക്ക സംബന്ധമായ എന്നുള്ള അർത്ഥമാണ്. എയിൽമെൻറ്റ് എന്നാൽ സുഖക്കേട്, രോഗം. അമേരിക്കൻ ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ ഇത് ഈൽമെൻറ്റ് എന്നാണ്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ എയിൽമെൻറ്റ്. റീനൽ എയിൽമെൻറ്റ്സ് വൃക്ക സംബന്ധമായ അസുഖം. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആ സ്ത്രീ ചികിത്സയിലായിരുന്നു. അറ്റ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇൻ എളൂരു ഫോർ ദ പാസ്റ്റ് 3 days. പാസ്റ്റ് 3 days എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഭുജബലപട്ടണം ഗ്രാമത്തിലെ മുൻ സർപ്പഞ്ചായ
ഗുറജാല രാമതുളസി എന്ന ഈ സ്ത്രീ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് എളൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. അക്കോർഡിംഗ് ടു ഹെർ ഫാമിലി മെമ്പേഴ്സ്, അവളുടെ അക്കോർഡിംഗ് ടു എന്നാൽ വിവരപ്രകാരം, ഫാമിലി മെമ്പേഴ്സ് കുടുംബാംഗങ്ങൾ, ആ സ്ത്രീയുടെ കുടുംബാംഗങ്ങൾ പറയുന്ന വിവരമനുസരിച്ച് ഡോക്ടേഴ്സ് ഡിക്ലയേർഡ്, ഡോക്ടർമാർ പ്രസ്താവിച്ചു, അവർ അറിയിച്ചു, ഹെർ ഡെഡ്, ആ സ്ത്രീയുടെ മരണം പ്രഖ്യാപിച്ചു, ഓൺ തേഴ്സ്ഡേ വ്യാഴാഴ്ച, ഫോളോയിങ് ട്രീറ്റ്മെൻറ്റ് എന്നാൽ ചികിത്സയ്ക്ക് ശേഷം, ഓൺ തേഴ്സ്ഡേ വ്യാഴാഴ്ച, ഡോക്ടേഴ്സ് ഡിക്ലെയർഡ് ഹെർ ഡെഡ്, ഡോക്ടർമാർ അവൾ മരിച്ചതായി പ്രഖ്യാപിച്ചു. ആ സ്ത്രീയുടെ കുടുംബാംഗങ്ങൾ പറയുന്ന വിവരപ്രകാരം ചികിത്സയ്ക്ക് ശേഷം വ്യാഴാഴ്ച ഡോക്ടർമാർ ആ സ്ത്രീ മരിച്ചതായി പ്രഖ്യാപിച്ചു, ആ സ്ത്രീയുടെ മരണം പ്രഖ്യാപിച്ചു. റിലേറ്റീവ്സ് ബന്ധുക്കൾ, വേർ ട്രാൻസ്പോർട്ട് എന്നാൽ കൊണ്ടുപോകുക, വഹിച്ചു കൊണ്ടുപോകുക, ഇതൊക്കെയാണ്. റിലേറ്റീവ്സ് വേർ ട്രാൻസ്പോർട്ടിങ്, ബന്ധുക്കൾ കൊണ്ടുപോകുകയായിരുന്നു ഹെർ ബോഡി, ആ സ്ത്രീയുടെ മൃതദേഹം, ടു ഭുജബല പട്ടണത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഫോർ ലാസ്റ്റ് റൈറ്റ്സ് എന്നാൽ അർത്ഥം ആചാരങ്ങൾ എന്നുള്ള അർത്ഥമാണ്, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ. ലാസ്റ്റ് റൈറ്റ്സ് അന്ത്യകർമ്മങ്ങൾ. ഫോർ ലാസ്റ്റ് റൈറ്റ്സ് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ മൃതദേഹം ആ സ്ത്രീയുടെ ബന്ധുക്കൾ കൊണ്ടുപോകുകയായിരുന്നു, ഭുജബല പട്ടണത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. വെൻ ആ സമയത്ത് ദി ആംബുലൻസ് ഹിറ്റ് എ പോത്തോൾ, കുഴിയിൽ വീണു അല്ലെങ്കിൽ കുഴിയിൽ ഇടിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഹിറ്റ് എ പോത്തോൾ നിയർ ചിന്തപ്പാട് വില്ലേജ്, നിയർ എന്നാൽ അടുത്തു വച്ച്, നിയർ ചിന്തപ്പാട് വില്ലേജ്, ചിന്തപ്പാട് ഗ്രാമത്തിന് അടുത്തു വച്ച്. ഇൻ മന്ദവല്ലി മണ്ഡൽ എന്നാൽ മണ്ഡലം എന്നുള്ള അർത്ഥമാണ്. കോസിങ് കാരണമാകുന്നു, കോസിങ് എ സഡൻ ജോൾട്ട്, സഡൻ എന്നാൽ പെട്ടെന്നുള്ള, ജോൾട്ട് എന്നാൽ കുലുക്കം, ഞെട്ടൽ, ഇതൊക്കെയാണ് അർത്ഥം. പെട്ടെന്നുള്ള കുലുക്കം, സഡൻ ജോൾട്ട് പെട്ടെന്നുള്ള ശക്തമായ കുലുക്കം. ആ സ്ത്രീയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ബന്ധുക്കൾ മൃതദേഹം ഭുജബല പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആ സമയത്ത് മന്ദവള്ളി മണ്ഡലത്തിലെ ചിന്തപ്പാട് ഗ്രാമത്തിന് സമീപം ആംബുലൻസ് റോഡിലെ ഒരു കുഴിയിൽ വീണതിനെ തുടർന്ന് പെട്ടെന്ന് ശക്തമായി കുലുങ്ങി. ഫാമിലി മെമ്പേഴ്സ് കുടുംബാംഗങ്ങൾ, ട്രാവലിംഗ് ഇൻ ദ വെഹിക്കിൾ, ട്രാവൽ എന്നാൽ സഞ്ചരിക്കുക, ട്രാവലിംഗ് ഇൻ ദ വെഹിക്കിൾ ആ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബാംഗങ്ങൾ. ക്ലെയിംഡ് പറഞ്ഞു, ദേ നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക, ദേ നോട്ടീസ്ഡ് അവർ ശ്രദ്ധിച്ചു. തുളസി സ്ത്രീയുടെ പേരാണ്. ആ സ്ത്രീ ഗ്യാസ്പിംഗ് ഫോർ ബ്രെത്ത്, ഗ്യാസ്പ് എന്നാൽ ശ്വാസം മുട്ടുക, വീർപ്പ് മുട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. ബ്രെത്ത് എന്നാൽ ശ്വാസം, ഗ്യാസ്പിംഗ് ഫോർ ബ്രെത്ത് ശ്വാസത്തിനായി ബുദ്ധിമുട്ടുക, ശ്വാസം കിട്ടാതെ പിടയുക, ഇതൊക്കെയാണ് അർത്ഥം. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഇമ്പാക്റ്റ് എന്നാൽ അർത്ഥം സംഘട്ടനം, ആഘാതം, ഇവിടെ ആഘാതം എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ ദി ഇമ്പാക്റ്റ് ആഘാതത്തെ തുടർന്ന്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഇമ്പാക്റ്റ് ഇടിയുടെ തൊട്ടു പിന്നാലെ, അപകടത്തിൻ്റെ ആ കുഴിയിൽ വീണ ആഘാതത്തിന് പിന്നാലെ. വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന കുടുംബാംഗങ്ങൾ പറയുന്ന വിവരപ്രകാരം ആംബുലൻസ് കുഴിയിൽ വീണതിനെ തുടർന്ന് അതിന് പിന്നാലെ തുളസി ശ്വാസത്തിനായി ബുദ്ധിമുട്ടുന്നതായി അവർ ശ്രദ്ധിച്ചു. ദി ആംബുലൻസ് വാസ് പ്രോംപ്റ്റ്ലി ഡിവേർട്ടഡ്, പ്രോംപ്റ്റ്ലി എന്നാൽ അർത്ഥം പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്, കൃത്യമായി, കൃത്യസമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന്, ഉടനെ തന്നെ, ഇതൊക്കെയാണ് അർത്ഥം. ഡിവേർട്ട് എന്നാൽ തിരിച്ചുവിടുക എന്നുള്ള അർത്ഥമാണ്, ഗതി മാറ്റുക. ദി ആംബുലൻസ് വാസ് പ്രോംപ്റ്റ്ലി ഡിവേർട്ടഡ് ടു അനദർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ ഒളൂരു, അനദർ എന്നാൽ മറ്റൊരു, പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രി. ആംബുലൻസ് ഉടനെ തന്നെ എളൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ വച്ച്, ആ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഡോക്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം, പറയുന്ന വിവരപ്രകാരമുള്ള കാര്യമാണ്. ഡോക്ടേഴ്സ് ഡിറ്റക്റ്റ് എന്നാൽ അർത്ഥം കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പിടികിട്ടുക, തുമ്പുണ്ടാക്കുക. ഡോക്ടേഴ്സ് റിപ്പോർട്ടഡ്ലി ഡിറ്റക്റ്റഡ്, ഡോക്ടർമാർ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. ഡോക്ടേഴ്സ് ഡിറ്റക്റ്റഡ്, ഡോക്ടർമാർ കണ്ടെത്തി. ഡോക്ടേഴ്സ് ഡിറ്റക്റ്റഡ് എ ഫെയിൻറ്റ് പൾസ്, ഫെയിൻറ്റ് എന്നാൽ കരുത്തില്ലാത്ത, അതല്ലെങ്കിൽ ദുർബലമായ, ഇതൊക്കെയാണ് അർത്ഥം. നേരിയ തോതിലുള്ള
പൾസ് എന്നാൽ ഇടിപ്പ്. ഫെയിൻറ്റ് പൾസ് ദുർബലമായ നാഡിമിടിപ്പ്. ദുർബലമായ രീതിയിലുള്ള നാഡിയിടിപ്പ് ഡോക്ടർമാർ ശ്രദ്ധിച്ചു. അവിടെ വെച്ച് ഡോക്ടർമാർ കണ്ടെത്തി. ഡ്യൂറിങ് എക്സാമിനേഷൻ. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, എക്സാമിനേഷൻ എന്നാൽ പരിശോധന. പരിശോധനയ്ക്കിടയിലാണ് ഡോക്ടർമാർ ഈ നേരിയ തോതിലുള്ള നാഡിമിടിപ്പ് കണ്ടെത്തിയത്. ആ ആശുപത്രിയിൽ വെച്ച് പരിശോധന നടത്തിയപ്പോൾ ദുർബലമായ നേരിയ തോതിലുള്ള നാഡിമിടിപ്പ് ഡോക്ടർമാർ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യമാണ്. ആക്ടിംഗ് ഓൺ മെഡിക്കൽ അഡ്വൈസ്. അഡ്വൈസ് എന്നാൽ ഉപദേശം. ആക്ടിംഗ് ഓൺ മെഡിക്കൽ അഡ്വൈസ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം. മെഡിക്കൽ എന്നാൽ വൈദ്യശാസ്ത്രപരമായ, അതായത് ഡോക്ടർമാരുടെ നിർദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. ആക്ടിംഗ് ഓൺ മെഡിക്കൽ അഡ്വൈസ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം. മാറ്റി. ഷിഫ്റ്റ് എന്നാൽ മാറ്റുക. ഷിഫ്റ്റഡ് ഹെർ ടു, ആ സ്ത്രീയെ മാറ്റി, ടു ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇൻ എളൂരു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കുടുംബാംഗങ്ങൾ ആ സ്ത്രീയെ എളൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടേഴ്സ് അറ്റ് ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. സർക്കാർ ആശുപത്രിയിലെ, ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർ. ലേറ്റർ പിന്നീട്. റിഫർ എന്നാൽ നിർദ്ദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. പിന്നീട് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. റിഫേർഡ് ഹെർ ടു ദ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇൻ വിജയവാഡ ഫോർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്. അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ. ഫോർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്, മെച്ചപ്പെട്ട ചികിത്സയ്ക്കു വേണ്ടി. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പിന്നീട് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി അവളെ വിജയവാഡയിലെ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ഫാമിലി മെമ്പേഴ്സ്. കുടുംബാംഗങ്ങൾ സെഡ്. കുടുംബാംഗങ്ങൾ പറഞ്ഞു. തുളസി ഈസ് കരൻലി എന്നാൽ നിലവിൽ. തുളസി ഈസ് കരൻലി ഓൺ വെന്റിലേറ്റർ സപ്പോർട്ട്. തുളസി ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ്. ആൻഡ് റിമെയിൻസ് ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്നാൽ അവസ്ഥ. റിമെയിൻസ് എന്നാൽ തുടരുന്നു. ക്രിട്ടിക്കൽ എന്നാൽ ക്രിട്ടിക്കൽ കണ്ടീഷൻ, ഗുരുതരമായ നില. തുളസി ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണെന്നും അവളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ദി അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ്. അൺഎക്സ്പെക്റ്റഡ് എന്നാൽ അപ്രതീക്ഷിതമായ, ഡെവലപ്മെൻറ്റ് എന്നാൽ പുരോഗതി, അഭിവൃദ്ധി. ഈ അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ്, ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതി. കാരണമാക്കി ഇമോഷണൽ സീൻസ് ഇൻ ഭുജബലപട്ടണം വില്ലേജ്. ഇമോഷണൽ സീൻ എന്നാൽ വികാരനിർഭരമായ. സ്പാർക്ക്ഡ് എന്നാൽ ഇടയാക്കി, കാരണമായി. സീൻസ് എന്നാൽ രംഗങ്ങൾ. ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവം ഭുജബലപട്ടണം ഗ്രാമത്തിൽ വികാരനിർഭരമായ രംഗങ്ങൾക്ക് ഇടയാക്കി. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ് എന്നാൽ അപ്രതീക്ഷിതമായ സംഭവം എന്നുള്ള അർത്ഥം. അപ്രതീക്ഷിതമായ സംഭവ വികാസം, അതാണ് അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ്. അവിടെ, ഈ സ്ഥലത്ത്. റിലേറ്റീവ്സ് ആൻഡ് വില്ലേജേഴ്സ്. ബന്ധുക്കളും ഗ്രാമത്തിലുള്ളവരും. വില്ലേജേഴ്സ് എന്നാൽ ഗ്രാമവാസികൾ, റിലേറ്റീവ്സ് എന്നാൽ ബന്ധുക്കളും ഗ്രാമവാസികളും. ഹാഡ് ഗ്യാതേർഡ് എന്നാൽ ഒരുമിച്ച് കൂടുക. ഹാഡ് ഗ്യാതേർഡ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ടു റിസീവ് സ്വീകരിക്കാൻ. ദ ബോഡി മൃതദേഹം സ്വീകരിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് ബന്ധുക്കളും ഗ്രാമവാസികളും. ആൻഡ് മേക്ക് ഫ്യൂണറൽ അറേഞ്ച്മെൻറ്റ്സ്. ഫ്യൂണറൽ എന്നാൽ ശവസംസ്കാരം എന്നുള്ള അർത്ഥമാണ്. അറേഞ്ച്മെൻറ്റ്സ് എന്നാൽ ഒരുക്കങ്ങൾ. ഫ്യൂണറൽ അറേഞ്ച്മെൻറ്റ്സ് ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ. മേക്ക് എന്നാൽ ഇവിടെ നടത്തുക എന്നുള്ള അർത്ഥമാണ്. ആ സ്ഥലത്ത് മൃതദേഹം സ്വീകരിക്കാനും അന്ത്യകർമ്മങ്ങൾ ഒരുക്കുന്നതിനും നടത്താനും വേണ്ടി ബന്ധുക്കളും ഗ്രാമവാസികളും അവിടെ ഒത്തുകൂടിയിരുന്നു. ന്യൂസ് ദാറ്റ് വാർത്ത. ന്യൂസ് ദാറ്റ് തുളസി വാസ് അലൈവ്. തുളസി ജീവനോടെയുണ്ടെന്ന വാർത്ത, ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത. സ്പ്രെഡ് പടർന്നു, വേഗത്തിൽ പരന്നു. സ്പ്രെഡ് ക്വിക്ക്ലി എന്നാൽ വേഗത്തിൽ, പെട്ടെന്ന് പരന്നു. ടേണിംഗ് ഗ്രീഫ് ഇൻ ടു ഹോപ്പ് എന്നാൽ പ്രതീക്ഷ, ഗ്രീഫ് എന്നാൽ ദുഃഖം. ടേണിംഗ് ഗ്രീഫ് ഇൻ ടു ഹോപ്പ്
ദുഃഖം പ്രതീക്ഷയിലേക്ക് മാറി. ദുഃഖം പ്രതീക്ഷയായി മാറി. എമംഗ് ഇടയിൽ. എമംഗ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് റെസിഡൻസ്. റെസിഡൻസ് എന്നാൽ നിവാസികൾ. ഫാമിലി മെമ്പേഴ്സ് കുടുംബാംഗങ്ങൾ. ഫാമിലി മെമ്പേഴ്സ് ആൻഡ് റെസിഡൻസ് കുടുംബാംഗങ്ങളും നാട്ടുകാരും. തുളസി ജീവനോടെയുണ്ടെന്ന വാർത്ത വളരെ വേഗത്തിൽ പരന്നു. ഇത് കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ദുഃഖത്തെ പ്രതീക്ഷയിലേക്ക് വഴിമാറ്റി. ഹോസ്പിറ്റൽ അതോറിറ്റീസ്. ആശുപത്രി അധികൃതർ ആർ യെറ്റ് ടു ഇഷ്യൂ. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥം. ഇഷ്യൂ എന്നാൽ അർത്ഥം പ്രഖ്യാപിക്കുക, അറിയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹോസ്പിറ്റൽ അതോറിറ്റീസ് ആർ യെറ്റ് ടു ഇഷ്യൂ an ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ ഔദ്യോഗികമായ പ്രസ്താവന. സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ പ്രസ്താവന. ഒഫീഷ്യൽ എന്നാൽ ഔദ്യോഗികമായ. ഓൺ ദ സർക്കുംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ വുമൺ വാസ് ഡിക്ലയേർഡ് ഡെഡ്. സർക്കുംസ്റ്റാൻസസ് എന്നാൽ സാഹചര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അണ്ടർ വിച്ച് എന്നാൽ ഏത് സാഹചര്യത്തിലാണ്. വാസ് ഡിക്ലയേർഡ് ഡെഡ് മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടത്. തുളസിയെ മരിച്ചതായി പ്രഖ്യാപിച്ചത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണെന്ന് ആശുപത്രി അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല.